എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യെസ്, എന്റർടൈൻമെന്റ് കിഴി എപ്പിസോഡാണ്. ഒരുപാട് അപ്ഡേറ്റ്സ് ഉണ്ട്. എല്ലാം കിഴിക്കാത്തിട്ട് കിഴിയിലേക്ക് പോവാം. യെസ്, കിഴി നിറയെ എന്റർടൈൻമെന്റ്സ് പൊളിക്കാൻ നമുക്ക് പോന്നോട്ടെ. ഓക്കെ, എന്താണ് മത്സരത്തിന്റെ അജണ്ട? കഴിഞ്ഞ കളി അതില് മലയാളം അവസാനം കിട്ടുന്നത് ആർക്കാണോ അവർ വിജയിക്കും എന്നുള്ളതായിരുന്നു. ഓക്കെ, ഇതിൽ തമിഴ് ആയിക്കോട്ടെ. തമിഴ് അവസാന കിഴി എടുക്കുന്നത്, അത് എപ്പോഴാണോ കിട്ടുന്നത് ആ ലാസ്റ്റ് കിഴിയിൽ തമിഴ് വരുന്നത് ആർക്കാണോ അവർ വിജയിക്കും. ഒരു വിന്നർ. ഓക്കെ, കമാ. ഹെഡ്, ടെയിൽ, ബ്ലിങ്ക്. ബ്ലിങ്ക് ഞാൻ ഓരോ വെറൈറ്റി കൊണ്ട് വരും കേട്ടോ. ബ്ലിങ്ക്. ഫസ്റ്റ് വൺ. കമോൺ. എച്ച് വിനോദ് രജനികാന്ത് മൂവി. ഫസ്റ്റ് തന്നെ എടുത്തത് തമിഴ്. ഫസ്റ്റ് എടുത്തിട്ട് കാര്യമില്ലല്ലോ, അവസാനം ഇനി തമിഴാണെങ്കിലോ മോനെ അതൊരു ഗംഭീര കളിയായി മാറും കേട്ടോ. ഓക്കെ, തുടക്കം മുതൽ ഒടുക്കം വരെ. എച്ച് വിനോദ് രജനിയെ കണ്ടിട്ട് 2 കഥ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇതിലേതെങ്കിലും ഒന്ന് നടക്കും. പിന്നെ ഒരു കഥ കേട്ടിട്ട് അത് 2 സിറ്റിംഗ് കഴിഞ്ഞു എന്നുള്ളതും കേൾക്കുന്നുണ്ട്, 2 തവണ. അപ്പൊ അത് ഏകദേശം ഒക്കെ പിടിച്ചിട്ടുണ്ടാവും. കൊള്ളാം. ഓക്കെ, പക്ഷെ എച്ച് വിനോദല്ലേ, എന്തായാലും പ്രതീക്ഷിക്കേണ്ട അധികം. തേങ്ങ എത്ര അരച്ചിട്ട് എന്താ താളല്ലേ അറിയുന്ന വെച്ചു പോലെ. വിനോദല്ലേ, എച്ച് വിനോദിലൊക്കെ പ്രതീക്ഷ പോയി. എന്തേ തഗ് ലൈഫ്. ഓ, അതാണ് ആ ഒരു താളിന്റെ ബനാന ടോക്സ് വന്നല്ലേ. എന്ത് ചെയ്യാനാന്ന് പറ. കന്നഡക്കാരെങ്കിലും രക്ഷപ്പെട്ടു എന്ന് കരുതിക്കൊണ്ടിരിക്കുന്നു. രക്ഷപ്പെടാൻ സമ്മതിക്കൂല, ഓടിച്ചിട്ട് പിടിച്ചു. അടുത്ത ആഴ്ച റിലീസ് ഉണ്ട് കേട്ടോ. ഹാപ്പി ആയിട്ടിരുന്ന് കാണുക, എല്ലാവരും അനുഭവിക്കുക. നല്ലൊരു ഫ്രഷ്നെസ് കിട്ടും സിനിമ കണ്ടു കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ. ശരിക്കും എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ? ഇനി എവിടെയും ചെയ്യേണ്ടെന്ന് അവർ തീരുമാനിക്കും. പിന്നല്ലാണ്ട് കാരണം ബാക്കിയുള്ള എല്ലായിടത്തും കേൾക്കാനുള്ളത് കേട്ടു ജാതി ഊക്ക് മേടിച്ച് ഇനിയും കൊണ്ടുപോയിട്ട് ഇനി കർണാടകക്കാർക്ക് മാത്രമേ കിട്ടാനുള്ളൂ, അതും കൂടി വാങ്ങുക. എന്താണെന്നറിയോ, നല്ലപോലെ കമലഹാസൻ കേൾക്കേണ്ടി വരും. കാരണം ഉറപ്പാണ്, ഒന്നാമത് അവിടെ റിലീസ് മാറ്റിയത് തന്നെ ആള് പറഞ്ഞ ഒരു ഡയലോഗിന്റെ ആള് പറഞ്ഞ തെറ്റൊന്നുമില്ല. തെറ്റിന്റെ അല്ല, അതായത് എന്താ തമിഴിൽ നിന്നാണ് ഈ ഭാഷയൊക്കെ വന്നിട്ടുള്ളത്. ആദ്യത്തെ ക്ലാസിക്കൽ ലാംഗ്വേജ് തമിഴാണ്. അതെ, പക്ഷെ അത് അവർക്ക് മനസ്സിലായില്ല. ഈ അതാണ് ഞാൻ പറഞ്ഞത്, ആള് പറഞ്ഞതിൽ തെറ്റുണ്ടെന്നല്ല പറഞ്ഞത്, പക്ഷെ അവർക്ക് അത് പറ്റിയിട്ടില്ല. അതിന് നല്ല പ്രശ്നം ഉണ്ടായിരുന്നു. ഇനി ഈ സിനിമയും കൂടി റിലീസ് ചെയ്ത് ഈ അപരാധമാണല്ലോ കണ്ട് കാണണല്ലോ എന്ന് ഓർക്കുമ്പോ അതിങ്ങനെയും കൂടി ആണെങ്കിൽ അടിപൊളി നന്നായിട്ട് കിട്ടും. ഓക്കെ, അടുത്തത് മാർഗൽ. വിജയ് ആന്റണി നായകനാവുന്ന സിനിമയാണ്. സിനിമ ജൂൺ 27 റിലീസിനെത്തും. സിനിമയുടെ സെൻസറിങ് കഴിഞ്ഞിട്ടുണ്ട്, US സർട്ടിഫിക്കറ്റാണ് കിട്ടിയിരിക്കുന്നത്. പിന്നൊന്നുമില്ല, കഴിഞ്ഞു. ലിയോ ജോൺ പോൾ ആണ് ഡയറക്ടർ. ഇപ്പൊ എണ്ണമൊക്കെ പിടിക്കുന്നുണ്ട്. അപ്പൊ രണ്ടുപേരും എടുത്തത് തമിഴ് തന്നെയായിരുന്നു കേട്ടോ. അതെ, അതിനിപ്പോ അതിനെക്കുറിച്ച് ചിന്തിക്കണ്ടേ? അതിനെക്കുറിച്ച് നോക്കുന്നില്ല, ലാസ്റ്റിലേക്ക് നോക്കിയാൽ മതി. സൂര്യ 45 തമിഴ് തന്നെ ഉള്ളൂ. അതാ ഞാനും ആലോചിച്ചത്, തമിഴ് മാത്രം തമിഴ് തന്നെ വരുന്നു. ആളുടെ കുറച്ച് മറ്റേ വളകളൊക്കെ കയ്യിലിടുന്ന സാധനങ്ങളൊക്കെ പുറത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ആ പഴയ ഒരു പരിപാടി വരുന്നുണ്ടാവാം, അത് അതിനകത്ത് മിക്സ് ആവുന്നുണ്ട്. അതായത് ആ ഒരു ഷൂലൊക്കെ ഉള്ള സാധനം ഉണ്ടല്ലോ, അതെ, കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, അടുത്ത കിഴി DNA ജൂൺ 20 റിലീസിനെത്തുകയാണ്, അതായത് ഇന്ന്. ഓക്കെ, അപ്പോൾ സിനിമയുടെ സെൻസറിങ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അത് നമ്മൾ കിഴിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നില്ല, കഴിഞ്ഞ കിഴിയിൽ വെച്ചതായിരുന്നു, പക്ഷെ അതിൽ കിട്ടിയില്ല. ഓക്കെ, US സർട്ടിഫിക്കറ്റാണ് കിട്ടിയിരിക്കുന്നത്. നമ്മുടെ അഥർവയും നിമിഷ സജയനും പ്രധാന വേഷത്തിലെത്തുന്ന സിനിമയാണ്. ഓക്കെ, എന്തോ തമിഴ് തന്നെ ഉള്ളൂ, ഫുൾ തമിഴ്. ഇത് തമിഴ് എപ്പിസോഡായി മാറും. പരാശക്തി. ഓഹോ, സിനിമയുടെ 60% ഷൂട്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ടെന്നാണ് നമ്മുടെ അഥർവ പറഞ്ഞിട്ടുള്ളത്. ഇതിന്റെ ഔട്ട് കണ്ടിട്ട് ഗംഭീരം ആണെന്നാണ് പറയുന്നത് കേട്ടോ. സ്ക്രിപ്റ്റ് വായിച്ചപ്പോൾ തന്നെ എക്സൈറ്റഡ് ആയിരുന്നു എന്നുള്ള കാര്യം പറയുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ശ്രീലീല തിളങ്ങും പെർഫോമൻസ് കൊണ്ട് എന്നും കൂടി പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഓക്കെ, സുധാ കംകാര സംവിധാനം ചെയ്യുന്ന സിനിമയാണ്. നമ്മുടെ ശിവകാർത്തികനാണ് നായകനായി വരുന്നത്. അഥർവ പ്രധാന വേഷത്തിലെത്തുന്നുണ്ട്. പിന്നെ വില്ലനായി വരുന്നത് രവി മോഹൻ, അതായത് ജയം രവി, പഴയ ജയം രവി. ഓക്കെ, അടുത്തത് SSMB 29 മാറ്റിപ്പിടിച്ചു. SS രാജമൗലി ഒരുക്കുന്ന മഹേഷ് ബാബു ചിത്രം. സിനിമയുടെ ഒരു പുതിയ ന്യൂസ് കേട്ടിട്ട് കിടുങ്ങിയിരിക്കുകയാണ്. ആൾറെഡി ഇതിനൊരു സെറ്റ് വമ്പൻ കോടികൾ മുടക്കിയിട്ട് ഇട്ടതായിരുന്നു. ഹൈദരാബാദ്
രാമജോ എന്താണ് ഏതായിരുന്നു റാം ഫിലിം സിറ്റിയില് ഫിലിം സിറ്റി രാംജാവ് എടാ ഫിലിം സിറ്റി, ഹൈദരാബാദ് ഫിലിം സിറ്റി അത്ര പറഞ്ഞു. രാംജാവ് അല്ല എടേ ഹൈദരാബാദ് ഫിലിം സിറ്റി അതിനൊരു പേരെന്ന് മാത്രമേ ഉള്ളൂ, അതൊക്കെ പറഞ്ഞാ മതി. കിട്ടുന്നില്ല അല്ലേ അത് പറയണ്ട, ഹൈദരാബാദ് ഫിലിം സിറ്റി. അതെ, ഇതല്ലേ ഞാൻ ഇത്ര നേരം പറഞ്ഞു തന്നോണ്ടിരുന്നു. രക്ഷകനായിരുന്നല്ലേ, നാളെ കെടുത്തി അടുങ്ങോളെന്ന് അറിയണത്. ഓക്കെ, അപ്പോൾ എന്തായാലും ആ ഒരു സെറ്റ് അല്ലാതെ ഇനിയിപ്പോൾ വേറൊരു സെറ്റ് ഒരുങ്ങുന്നുണ്ടെന്നാണ് കേട്ടത്. അത് വാരണാസിയിൽ 50 കോടിയുടെ സെറ്റ്. എനിക്ക് വയ്യ, എവിടെ SS രാജമൗലല്ലേ പിന്നെ ഇട്ട് കൊടുക്കാം. അല്ല മുടക്കുന്നത് കിട്ടാനുള്ളതുണ്ട്. അമ്പിളിമാമനെ പിടിച്ചുകൊണ്ടെന്ന് പറഞ്ഞാൽ കൊണ്ടുവന്ന് കൊടുക്കും. അതാണ് ധൈര്യമായിട്ട് കൊടുക്കാലോ, SS രാജമൗലിന്റെ കയ്യിലല്ലേ. അടുത്തത് കലിയുഗം സിനിമ സിംപ്ലി സൗത്തിൽ ഇന്ന് ജൂൺ 20 കേട്ടോ. ശ്രദ്ധ ശ്രീനാഥാണ് പ്രധാന വേഷത്തിലെത്തുന്ന സിനിമ. ഓക്കെ, അടുത്ത ഹൗസ്ഫുൾ 5 സിനിമയുടെ ഇതുവരെയുള്ള കളക്ഷൻ 179 CR. ഓക്കെ കൊള്ളാം. അക്ഷയ് കുമാർ പ്രധാന വേഷത്തിലെത്തിയ സിനിമ. പിന്നെ ഐശ്വര്യലക്ഷ്മിൻ്റെ ഐശ്വര്യ റായിൻ്റെ കെട്ടിയവൻ്റെ പേരെന്തായിരുന്നു? അഭിഷേക് ബച്ചൻ. അങ്ങനെയൊക്കെ അറിയുള്ളൂ. ഇതിപ്പോ ഇയാൾക്കന്നെ കൊടുക്കാൻ തികയൂലല്ലോ 170 കോടി. അക്ഷയ് കുമാറിന് ആൾക്ക് കൊടുത്തത് വരെ ആയിട്ടില്ല, ഇനി ബാക്കിയുള്ള പിന്നെ ഇനി കിട്ടുന്ന വേണം ലാഭം നോക്കാം. അടുത്ത് രാജാ സാബ് സിനിമയെ കുറിച്ച് മാരുതി കാര്യം പറയുന്നത്. ഇതിന്റെ സ്റ്റോറി ലൈൻ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. സിനിമ ഒരു മുത്തശ്ശനും മുത്തശ്ശിയും കൊച്ചുമകനും തമ്മിലുള്ള ഇമോഷണൽ ഫിലിമാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം മുത്തച്ഛനാണ്. അല്ല, ഇത് എന്താ മനസ്സിലായോ, ഒടുവിൽ പറയാനാണ് പടം പൊട്ടി കഴിഞ്ഞാല് ഇതൊരു മുത്തശ്ശി കഥ. മേ ബി അങ്ങനെ ഉദ്ദേശിച്ചിട്ടുണ്ടാവും കേട്ടോ, ബുദ്ധിക്കുള്ള കളി. ഓക്കെ ഓക്കെ ഓക്കെ, ഇനി നമുക്ക് മൂർച്ഛിക്കാട്ടോ കളിയുടെ. അതായത് നീ തമിഴ് നിർത്തിയപ്പോ അവിടെ നിന്ന് പോയതല്ലേ? അവിടെ നിന്നാലേ മറ്റേത് തമിഴല്ലല്ലോ, കലിയുഗം അല്ല. കലിയുഗം തമിഴാ ആണല്ലേ? അത് ഒരെണ്ണം കൂടുതൽ എടുത്ത് വെച്ചിട്ടുണ്ടെന്നോ. നല്ല തമിഴാണ്. ഓക്കെ, അടുത്ത കിഴി മെഗാ 147. 157. 10 ഒറ്റ അടിക്കാ. 10 കുറച്ചതിന് തെറ്റൊന്നുമില്ല. അതൊക്കെ ഞങ്ങളിതാ, അത് ഞാൻ അറിഞ്ഞു കുറച്ചതാ, അതൊക്കെ ഞങ്ങളിൽ കൊണ്ടതാ. അതാണ് പിന്നെ ഞാൻ സമ്മതിച്ചത്, 10 കുറച്ചാലും കുഴപ്പമില്ല. മെഗാസ്റ്റാർ ചിരഞ്ജീവി നായകനാവുന്ന 157ാമത്തെ സിനിമ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. നയൻതാര ജോയിൻ ചെയ്തിട്ടുണ്ട്. ആള് മുസൂറിയിലാണ് ആള് ജോയിൻ ചെയ്തിട്ടുള്ളത്. 2 ദിവസത്തെ ഷൂട്ട് വളരെ പ്രധാനപ്പെട്ടതാണെന്നാണ് അറിയാൻ പറ്റിയത്. പിന്നെ കാതറൻ ട്രിസ അതിലുണ്ട്. ആള് നയൻതാരയുടെ കൂടെ കോമ്പിനേഷൻ സീനിലുണ്ടെന്നാണ് കേട്ടത്. ഓക്കെ, അടുത്തത് കാതറൻ ട്രിസ മറ്റേ ഒരു അല്ലു അർജുൻ സിനിമ ഉണ്ടല്ലോ, അതിലങ്ങ് വെറുപ്പിച്ചു പോയതാ. കാതറൻ ട്രിസ ഏതാ അല്ലു അർജുൻ മൂവി? അമരാപൂളും ഉണ്ട്. ആദ്യത്തെ നായിക ഫുള്ള് ക്യൂട്ട്നെസ് അങ്ങോട്ട് എറിഞ്ഞിട്ട് 2 കിഴിയും കൂടെ ഉള്ളൂ കേട്ടോ. ഇനി 2 കിഴിയുള്ളൂ. തമിഴും അടുത്തത് എൻ്റെ വേറെ ഏതെങ്കിലും ലാംഗ്വേജ് ആണെങ്കിൽ പോയി. അങ്ങനെ ഉണ്ടല്ലോ അല്ലേ? ശരിയാണല്ലോ. കൂലി ടെൻഷനായല്ലോ. കൂലി സിനിമയുടെ ഓവർസീസ് റൈറ്റ്സ് 81 CR കേട്ടോ വിറ്റുപോയിരിക്കുന്നത്. ആരാ എടുത്തിരിക്കുന്നത് എന്നുള്ള പുറത്തു വരെ വന്നിട്ടില്ല കേട്ടോ. എന്തായാലും 81 കോടി കൊടുത്തു എന്നുള്ളത് മാത്രം പുറത്തു വന്നില്ല. ഓക്കെ, ലോകേഷും രജനീകാന്തും ഒരുമിക്കുന്ന സിനിമയല്ലേ? മലയാളം എടുക്കുക. ഇതിപ്പോ പെനാൽറ്റി കിക്കിന് മെസ്സി പോയി നിൽക്കുന്ന ആ ഒരു ടെൻഷനല്ല. ഫസ്റ്റ് നീ തമിഴ് എടുത്തില്ലടാ, ഇനി മലയാളം എടുക്കുക. തോക്കി ജനനായകൻ. ഫസ്റ്റ് ഒന്നാമതും തമിഴ്, അവസാനത്തതും തമിഴ്. പറഞ്ഞതുപോലെ തന്നെ സംഭവിച്ചു. ആ തുടക്കം കണ്ടപ്പോഴേ എനിക്ക് തോന്നിയതാ അവസാനം മിക്കവാറും തമിഴ് തന്നെയായിരിക്കും കിട്ടുന്നത്. ജനനായകൻ എന്തായിരുന്നു? ജനനായകൻ സിനിമയുടെ മലേഷ്യ തിയേറ്ററിക്കൽ റൈറ്റ്സ് മാലിക് സ്ട്രീംസ് സൊല്യൂഷൻ മാലിക് സ്ട്രീംസ് കോർപ്പറേഷൻ സ്വന്തമാക്കിയിട്ടുണ്ട്. ഈ ഒരു പ്രശ്നത്തിന് സൊല്യൂഷൻ കണ്ടെത്തി. കോർപ്പറേഷൻ ആണല്ലേ? കോർപ്പറേഷൻ. ഓ, ഇതിന്റെ ഗ്ലിംസ് വീഡിയോ ഒന്നുണ്ടല്ലേ? അതായിരുന്നല്ലേ? യെസ്, ഗ്ലിംസ്. ഓക്കെ, മർസല്
അല്ല ഇതിൽ വേറെ വെറൈറ്റി ഉണ്ട്. ഫസ്റ്റ് എടുത്തത് എച്ച് വിനോദ്, ജനനായകൻ എച്ച് വിനോദ്. ആ ശരിയാണല്ലോ. ദളപതി പൊങ്കൽ റിലീസാണല്ലോ ലാസ്റ്റ് ഡയലോഗ്. അതല്ലേ 2026 പൂജയല്ലേ വോട്ടിന്റെ സാധനം. അതെ അതെ അതെ. ഓക്കെ, എന്താണെങ്കിലും കഴിഞ്ഞു. മെർസലിന് ഇന്ന് മെർസൽ റീ റിലീസ് ഉണ്ട്. നമ്മുടെ ഇവിടെ തിയേറ്ററിൽ വരില്ല എന്ന് കരുതിയിരുന്നത്, പക്ഷെ വന്നിട്ടുണ്ട്. അപ്പൊ ഇന്ന് കുബേര കാണും, മെർസൽ കാണും. അപ്പൊ നമ്മുടെ കിങ്ഡം ഓഫ് കേരള നാളെ മറ്റന്നാളോ പോകാലോ സമയം. യുണൈറ്റഡ് കിങ്ഡം ഓഫ് കേരള. ഇപ്പൊ തെറി വിളിക്കാണ് മലയാളമൊക്കെ നിങ്ങളങ്ങ് ഒഴിവാക്കും. കാണാൻ വലിയ താല്പര്യമില്ല, അതാണ്. എന്താണെങ്കിലും കിഴി എപ്പിസോഡ് തീർന്നിരിക്കുകയാണ്. മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ തന്നെ വരാം. ബൈ ബൈ.